ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് ശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ. അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പോൾ പുള്ളീനെ ഒരിടത്തും മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പോൾ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവുക എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. അവളുടെ കലാജീവിതം വളരട്ടെ എന്നോർത്ത് ചെയ്ത ഔദാര്യമൊന്നുമല്ല, അങ്ങനെ ചെയ്തൊരു നന്മയല്ല. അത് ഞങ്ങൾക്ക് നീഡായിരുന്നു. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അത് വേണമായിരുന്നു. പക്ഷേ എല്ലാവരും ഈ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി അപ്പം എങ്ങനെയാ മഞ്ജു പറയാറ്? ഞാൻ ഒന്നും പറയാറില്ല. വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, നന്നായി പോണു എന്ന് പറയും. നമുക്ക് തുടക്കത്തിൽ നിന്ന് വരാം. മഞ്ജു ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിൽ ഡാൻസ് പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഡാൻസ് ടീച്ചർ അവരെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ജനൽവാതിൽ കൂടെ അവർ ഡാൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കി കണ്ടുപഠിക്കുമായിരുന്നു. ആ നോക്കി കാണുന്ന കുട്ടിയിലെ ഡാൻസ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സ്കൂളിലത്തെ ടീച്ചേഴ്സ് മഞ്ജുവിന് ഡാൻസ് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരും. ടീച്ചേഴ്സ് അല്ല, എൻ്റെ പ്രിൻസിപ്പളായിരുന്നു ജോർജ് പട്ടലാട്ടച്ചൻ. ആ കഥയൊന്ന് പറയോ? കഥയൊന്നുമല്ല, ഇതെല്ലാം കിഴക്കമ്പലത്ത് തന്നെയല്ലേ? ഇല്ല, എൻ്റെ നാടാണ്. എനിക്ക് അവിടെ നിന്ന് എവിടെയും പോണത് ഇഷ്ടമല്ല. എൻ്റെ കിഴക്കമ്പലത്ത് നിന്ന് അതിനപ്പുറം മനോഹരമായൊരു സ്ഥലം, അതിനപ്പുറം മനോഹരമായ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു കുട്ടിയായിട്ടാണ് എന്നെ കാണുന്നത്. അവിടുത്തെ ചേച്ചിമാരൊക്കെ ഇപ്പോഴും ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോവാറുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അവരുടെ അടുത്ത് പോവാറുണ്ട്. ഷൂട്ടാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിപ്പാഞ്ഞെത്തും. ഞങ്ങളുടെ അടുത്തുള്ള ആരുടെയെങ്കിലും കല്യാണമോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം. എന്നോട് എല്ലാവർക്കും സ്നേഹമായിരുന്നു. ആ നാട്ടിലെ ഒരാളും എന്നെ അങ്ങനെ മോശം അങ്ങനെയൊന്നും അപവാദം പറയുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും അവിടെയുള്ള നമ്മുടെ ബന്ധുക്കാരെങ്കിലും പറഞ്ഞാൽ പോലും നാട്ടുകാരും അറിയില്ല കേട്ടോ. അപ്പം ഇതെന്താന്ന് വെച്ചാൽ സ്കൂളിൽ ആദ്യം ശോഭ എന്ന് പറയുന്ന ഒരു ടീച്ചറായിട്ടാണ് അന്ന് ഡാൻസ് പഠിപ്പിക്കണേ. അപ്പോൾ സ്വതവേ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾക്ക് ഈ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഞാനൊരു മുടിയൊക്കെ കെട്ടി വീട്ടിൽ ഇങ്ങനെ തോർത്തൊക്കെ വെച്ച് കെട്ടി അടിയിലൊരു ഉണ്ടയൊക്കെ ഇട്ട് എപ്പോഴും വീട്ടിലൊക്കെ ഇങ്ങനെ കിടന്ന് ഡാൻസൊക്കെ കളിക്കും. അപ്പം അങ്ങനെ ഡാൻസിനോട് എന്തോ ഒരു ഇഷ്ടമാണ് അന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ രാവിലെ പോകും സ്കൂളിൽ. ഈ 7:30 ഡാൻസ് ടീച്ചർ വന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അന്ന് ഡാൻസ് ഉള്ള ദിവസം നേരത്തെ പോകും. എന്നിട്ട് അവിടെ ഇങ്ങനെ ഡാൻസ് കണ്ടുകൊണ്ട് നിന്നപ്പം ഒരു കുട്ടി പറഞ്ഞു, ഈ പിള്ളേർ അവിടെ നിന്ന് നോക്കുക, ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല. അന്നേരപ്പോൾ ആ ടീച്ചർ എന്നെ അങ്ങനെ പർപ്പസ്ഫുള്ളി അടിച്ചതല്ല, പോ എന്ന് പറഞ്ഞ് അടിച്ച കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ അത് കൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന എടുത്തു. അപ്പം അന്നേരം എൻ്റെ മനസ്സിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ലല്ലോ എന്നിങ്ങനെ. പിന്നെ അന്നത്തൊക്കെ വെള്ളിയാഴ്ച ദിവസം ലാസ്റ്റ് പീരീഡ് നമുക്ക് ഡാൻസും പാട്ടൊക്കെ കളിക്കാം ക്ലാസ്സിൽ. മീറ്റിംഗ് അങ്ങനെ എന്തോ ആ പീരീഡിൻ്റെ പേര്. അപ്പം ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും പൊട്ട ഡാൻസൊക്കെ കളിക്കും, ഡാൻസ് പാട്ടൊക്കെ കളിക്കും. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ അച്ഛൻ മീറ്റിങ്ങിൻ്റെ ടൈമിൽ എന്നോട് പറഞ്ഞു, മഞ്ജു പത്രോസ് ഇടവാ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പം ഞാൻ വേർത്ത് വിളിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നാളെ അമ്മേനെ വിളിച്ചോണ്ട് വരണം, അമ്മേനെ അപ്പനെ വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ എന്തിനായിരിക്കും ഈശ്വരാ എന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ വീട്ടിൽ വന്ന് പറയാൻ പേടി, ഞാൻ എന്താ ഒപ്പിച്ചേക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അമ്മച്ചനോട് പറഞ്ഞു. അപ്പോൾ അമ്മച്ചനോട് എന്താടി അവിടെ ചെന്ന് കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ അമ്മച്ചി വന്നിട്ട് കാണാൻ വേണ്ടി വന്ന അച്ഛനെ. അപ്പോൾ പറഞ്ഞു, ഇവിടെ എന്താ ഡാൻസ് പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അതിനുള്ളൊരു ഇതിപ്പോൾ ഇല്ല ഞങ്ങൾക്ക്, പുള്ളി ഒരാൾ പോയിട്ട് വേണ്ടേ എല്ലാം ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവളെ ഡാൻസ് പഠിപ്പിക്ക്, ഫീസൊന്നും കൊടുക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയ്യോ, എനിക്കന്നേരം വന്ന സന്തോഷം. എന്നിട്ട് എന്നെ അടുത്തോട്ട് വിളിച്ചു, നന്നായിട്ടൊക്കെ കളിക്കണം കേട്ടോ,
എന്ന് പറഞ്ഞാൽ അതുവരെ അച്ഛനെ എനിക്ക് പേടിയായിരുന്നു. അച്ഛൻ്റെ ശബ്ദം, അച്ഛൻ നടന്നു തന്നെ ഒച്ച കേൾക്കണത് ഇങ്ങനെ ആ ലോഹയിൽ ഈ വടിയിട്ട് ഇങ്ങനെ ടപ്പാ ടപ്പാന്ന് അടിക്കും. അപ്പം അച്ഛൻ അവിടെ നിന്നേ നടന്നു, അപ്പോഴത്തേനും ഞങ്ങൾ ഓടി വന്നിരിക്കും. പക്ഷെ അച്ഛൻ അത്രയും സ്നേഹമുള്ള ഒരാളായിരുന്നെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് യൂത്ത് ഫെസ്റ്റിവലിന് അന്ന് കിട്ടിയത് നാരങ്ങ പിഴിയണ ഒരു പാത്രമാണ്. ഇങ്ങനെ പ്ലാസ്റ്റിക് പാത്രം അതിങ്ങനെ ഇട്ട് തിരിക്കുമ്പോ ആ പാത്രമാ. എന്നിട്ട് അത് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അച്ഛൻ എന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ചെറുതായിരുന്നപ്പോഴേ. അപ്പൊ അന്ന് മുതൽ ഞാൻ 10th കഴിയുന്നത് വരെ അച്ഛൻ എന്നോട് പൈസ മേടിച്ചിട്ടില്ല. മത്സരത്തിനൊക്കെ പോവും. അങ്ങനെ സ്കൂൾ ലൈഫൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതായിരുന്നു. അപ്പോൾ അച്ഛനാണ് അതിന് ഒരു കാരണമായത്. അതിനുശേഷം പിന്നെ ടീച്ചർ, കല ടീച്ചർ. ശരിക്കും നമുക്ക് നല്ല അധ്യാപകരെ കിട്ടും, നമ്മളെ മനസ്സിലാക്കുന്ന നല്ല അധ്യാപകരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സത്യം. അപ്പം ഞാൻ അമ്മച്ചനോട് വഴക്കൊക്കെ ഉണ്ടാക്കിയാൽ പോണെങ്കിൽ കണ്ണൊക്കെ എഴുതാതെ പോകും. അപ്പം ഞാൻ നേരെ ടീച്ചറിൻ്റെ സ്കൂളിലേക്ക് പോണ വഴിക്കാണ് ടീച്ചറിൻ്റെ വീട്. അപ്പം കരഞ്ഞ് വിതുമ്പിയൊക്കെ ടീച്ചറിൻ്റെ അടുത്ത് തരും. എന്നെ അടി എന്നൊക്കെ ചോദിച്ചിട്ട് ടീച്ചർ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കൊടുത്ത് തന്നിട്ട് തിരിച്ചു വിടുള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു ടീച്ചറിന്. എന്ത് ഭാഗ്യാണ്. അയ്യോ, എൻ്റെ ഭയങ്കര ഭാഗ്യം. അതാ ഞാൻ പറഞ്ഞേ, എൻ്റെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. മനുഷ്യരുടെ രൂപത്തിലും ഇതേപോലെ ഓരോ ഷോയുടെ രൂപത്തിലൊക്കെ എനിക്ക് എൻ്റെ ടീച്ചർ, അച്ഛൻ, അങ്ങനെ എൻ്റെ ലൈഫിൽ അവിടെ ദൈവം എന്നെ, പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പോണ വഴിക്ക് എന്നെ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഭയങ്കര വിഷമിച്ചിരുന്ന എന്തെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് ഇട്ട് തരും. ദൈവത്തിന് ഇഷ്ടമല്ല മഞ്ജു അധികം സമയം വിഷമിച്ചിരിക്കുന്നത്. അല്ല, ഇത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം എനിക്ക് അത് അന്ന് നടന്നില്ല. ഇങ്ങനെ കുറേ നാളുകൾക്കപ്പുറം ഞാൻ എന്നാൽ ഭയങ്കര ഡിവോട്ടി ആയിട്ടുള്ള ആളല്ല. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയി അങ്ങനെ ഇരിക്കുന്ന ആളെ അല്ല. പക്ഷെ ഞാനും എന്നെയും ചില കാര്യങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. എന്നെയും ചില കാര്യങ്ങൾ, ചില ഇങ്ങനെ ഭയങ്കര ഡിപ്രസീവായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളോട് അപ്പം എനിക്ക് മനസ്സിലാകും ഇത് എൻ്റെ ദൗത്യമാണ്. കാരണം ഞാൻ ആ വഴിയിലൂടെ നടന്നു വന്നതായതുകൊണ്ട് ഞാൻ മരിക്കാനൊക്കെ മരിച്ചേക്കാം, എന്തിനെങ്ങനെ ജീവിക്കണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് എന്നെയും അയക്കാറുണ്ട്. അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എൻ്റെ ദൗത്യമാണെന്നുള്ളത്, ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാറുണ്ട്. എന്തിനായിരിക്കും മഞ്ജു ഈ ലൈഫിൽ ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണോ അങ്ങനെയൊക്കെ? എടാ, ശരിക്കും പറഞ്ഞാൽ ഒരു 2005 വരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈഫിന് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ അമ്മച്ചി വീട്ടിൽ തയ്ക്കും, പപ്പ കൂലിപ്പണിയാണ്. പപ്പ ലോഡിങ് അൺലോഡിങ്ങിലായിരുന്നു, ചുമട്ട് തൊഴിലാളിയാണ് എൻ്റെ പപ്പ. അപ്പോൾ വളരെ കുഞ്ഞു ജീവിതം എന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സന്ധ്യപ്രാർത്ഥന ചൊല്ലും. നിങ്ങൾ എത്ര മക്കളാ? 2 പേര്, ഞാനും എൻ്റെ ആങ്ങളെ.